മാധ്യമരംഗത്ത് പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾക്കിടയിൽ ലോകത്ത് കടുത്ത മത്സരം നടക്കുന്ന ഒരു കാലമാണുള്ളത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ രംഗപ്രവേശനത്തോടെയാണ് ഇത്. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കടുത്ത മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പരിധി വിടുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത്. ഇക്കാര്യത്തിൽ കടുത്ത വിമർശനങ്ങളാണ് റിപ്പോർട്ടർ ടി വി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പന കളിക്കാൻ എത്തിയ പെൺകുട്ടിയോട് ശൃംഗരിച്ചതായി അഭിനയിച്ച റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകന്റെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ് ചാനലിനെ വിവാദത്തിലാക്കിയിരിക്കുന്നത്. വിവാദ വാർത്തയിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്ത വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് സൈബറിടത്തിൽ ഉയർന്നു വരുന്നത്. ഇതോടെയാണ് വീഡിയോ സ്റ്റോറിക്കെതിരെ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. വീഡിയോയിൽ റിപ്പോർട്ടർ ടി വി ചാനൽ മേധാവിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ്. മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം. മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് ചാനലിന്റെ റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുകയും ചെയ്തു. അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു. തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെ കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഇത് ബാലാവകാശ ലംഘനമാണ് എന്ന വിമർശനം ഉയർന്നു വന്നു. മാധ്യമപ്രവർത്തകർ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതോടെ കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണ് എന്ന് നിരവധി പേര് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ച് രംഗത്ത് വരികയും ചെയ്തു. പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നത് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് അശ്ലീല ചുവയോടെ സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി, ഹണിക്ക് നീതി വേണം എന്നൊക്കെ വാദിക്കുന്ന അരുൺകുമാറാണ് കൗമാരക്കാരിയായ പെൺകുട്ടിയോട് വൾഗറായി സംസാരിച്ചത് എന്നതാണ് വിമർശനം. വിമർശനം കടുക്കവെയാണ് റിപ്പോർട്ടർ ടി വിക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്.